ചോദ്യങ്ങൾ ചോദിക്കാൻ അനുവദിക്കാത്ത വിധത്തിൽ അവിടെ ശബ്ദം മുഖരിതമാണ് സഭ. പ്രശാന്ത്, വീണ്ടും പ്രതിപക്ഷ അംഗങ്ങളുടെ ശബ്ദം ഉയരുക തന്നെയാണ് ചെയ്യുന്നത്. ചോദ്യങ്ങൾ പലതും ശ്രദ്ധിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് ശബ്ദം കൂടുന്നുണ്ടല്ലോ. തത്സമയ വിവരങ്ങൾ എന്തൊക്കെ? കഴിഞ്ഞ ദിവസത്തെ പ്രതിഷേധം പോലെയല്ല, ഇന്ന് പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിൽ തന്നെയാണ്. വളരെ ശബ്ദ കോലാഹലങ്ങൾക്കിടയിലാണ് ഇന്നിപ്പോൾ ചോദ്യോത്തരവേള പുരോഗമിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഭ അലങ്കോലമായി പിരിയാനുള്ള സാധ്യതയാണ് ഏറെ. കാരണം സഭാ നടപടികൾ ബഹിഷ്കരിച്ച് ഒഴിവായി പോകുക എന്നൊരു ലക്ഷ്യത്തിലല്ല പ്രതിപക്ഷം ഇന്ന് സഭയിലെത്തിയിരിക്കുന്നത്. ഇന്ന് സഭാ നടപടികളുമായി സ്പീക്കർ മുന്നോട്ട് പോകേണ്ട, അല്ലെങ്കിൽ അതിനനുവദിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് പ്രതിപക്ഷം ഇന്നിപ്പോൾ ചോദ്യോത്തരവേളയ്ക്ക് തന്നെ എത്തിയത്. ആദ്യം തന്നെ അത് വ്യക്തമാക്കുകയും ചെയ്തു. കാരണം ഈ സഭ തുടങ്ങിയ ദിവസം തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ 2 പേർ നിയമസഭയുടെ അകത്ത കവാടത്തിൽ സത്യാഗ്രഹം ഇരിക്കുകയാണ്. ഇന്നലെ 2 പേർ സത്യാഗ്രഹം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നിലയിലല്ല ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന അവസരത്തിൽ പല പ്രതികൾക്കും ജാമ്യം കിട്ടുന്ന അവസ്ഥയുണ്ടായി. പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അടുത്ത 3 ദിവസം കഴിയുമ്പോൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങും. ഗുരുതരമായ സ്ഥിതിയാണ്. അപ്പോൾ സർക്കാരിൻ്റെ അന്വേഷണത്തിൻ്റെ വീഴ്ചയാണിതെല്ലാം എന്ന വിഷയം ഉയർത്തിക്കൊണ്ട് തന്നെ SIT അന്വേഷണത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നു തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം സഭയ്ക്കുള്ളിൽ സത്യാഗ്രഹ സമരം ഇരിക്കുന്നത്. ആ സമരം ഇനി സഭയ്ക്ക് ഉള്ളിലേക്ക് വ്യാപിപ്പിക്കുന്നു, കടുപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ശക്തമായി തന്നെ സമരം തുടങ്ങാൻ പോവുകയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ന് നിയമസഭയ്ക്കുള്ളിൽ ചോദ്യോത്തരവേള തുടങ്ങിയപ്പോൾ പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപനം നടത്തിയത്. അതിന് പിന്നാലെയാണ് പ്രതിപക്ഷ അംഗങ്ങൾ സ്പീക്കറുടെ ഡയസിന് മുന്നിലെത്തി ഇപ്പോൾ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കിയതോടെ തന്നെ വിമർശനവുമായി, ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണെന്ന വിമർശനവുമായി മന്ത്രി MP രാജേഷ് എഴുന്നേറ്റു. തുടർന്ന് ചോദ്യോത്തരവേള പുരോഗമിക്കുന്നു. ചോദ്യങ്ങൾ ഉന്നയിച്ച ഭരണപക്ഷ അംഗങ്ങൾ പലരും ഈ നടപടിയെ വിമർശിച്ചുകൊണ്ട് സംസാരിക്കുന്നു എന്ന് മാത്രമല്ല, ഇപ്പോൾ ഭരണപക്ഷ അംഗങ്ങൾ പലരും സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് നടുത്തളത്തിനടുത്തേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. നേർക്ക് നേർ നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഏതായാലും പ്രതിപക്ഷാംഗങ്ങൾ എല്ലാവരും തന്നെ പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ട് സ്പീക്കറുടെ ഡയസിന് ചുറ്റും നിൽക്കുകയാണ്. ഒരു തരത്തിലും സഭാ നടപടികളുമായി ഇന്നത്തെ ദിവസം മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനത്തോടെയാണ് പ്രതിപക്ഷം ബഹളം വയ്ക്കുന്നത്. എന്തായാലും ചോദ്യോത്തരവേള ഇന്ന് പൂർത്തിയാക്കാൻ സാധിക്കുമോ, അതോ അതിനു മുൻപ് ഇടയ്ക്ക് വെച്ച് നിർത്തിവെച്ച ഒരു ചർച്ചയിലേക്ക് സ്പീക്കർ പോകാൻ തയ്യാറാകുമോ? കാരണം ഈ കഴിഞ്ഞ സെഷനുകളിലെല്ലാം തന്നെ ഇത്തരത്തിൽ പ്രതിപക്ഷ ബഹളം ഉണ്ടാകുമ്പോൾ 2 ഭാഗത്തെയും, ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും വിളിച്ചിരുത്തി ഒരു അനുനയ ചർച്ച നടത്താറുണ്ട്. പക്ഷേ ഈ സമീപകാലത്തൊന്നും അങ്ങനെ ഒരു അനുനയ ചർച്ച ഉണ്ടായിട്ടുമില്ല. അപ്പോൾ ഒന്നുകിൽ വേഗത്തിൽ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി സഭ ഇന്ന് പിരിയാൻ ആയിരിക്കാം സ്പീക്കർ തീരുമാനിക്കും.